നമസ്കാരം, എല്ലാവർക്കും മാമീസ് ഫുഡ് കോർട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു അടിപൊളി സ്നാക്കാണ്. ഉരുളക്കിഴങ്ങും അതേപോലെ തന്നെ ഗോതമ്പ് പൊടിയും വെച്ചിട്ടുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ള അതേപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്കാണ് കേട്ടോ. നല്ല ചൂട് കട്ടൻ്റെ ഒപ്പം കഴിക്കാൻ പറ്റുന്ന ഒരു കുറച്ച് സ്പൈസി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ സ്നാക്കിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ മാവൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ 2 കപ്പ് ഗോതമ്പ് പൊടിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. 240 ml ആണ് ഒരു കപ്പ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഗോതമ്പ് പൊടിക്ക് പകരമായിട്ട് വേണമെങ്കിൽ മൈദപ്പൊടിയും യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ഹെൽത്തി ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് ഗോതമ്പ് പൊടിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് 2 കപ്പ്. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഓയിലിന് പകരമായിട്ട് നെയ്യ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. നമ്മുടെ മാവ് നല്ല സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഓയിൽ ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഇതിന് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമ്മൾ നല്ല സോഫ്റ്റായിട്ടുള്ള മാവായിട്ട് മാറ്റണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഇത് നല്ല പോലെ കുഴച്ചെടുക്കണം. നമ്മൾ ചപ്പാത്തിക്കൊക്കെ പരത്തുന്ന പോലത്തെ ആ ഒരു മാവിൻ്റെ കൺസിസ്റ്റൻസിയിൽ നമ്മളിത് നല്ല പോലെ കുഴച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇത് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നല്ല പോലെ മാവ് രൂപത്തിലാക്കി എടുക്കാം. ഇപ്പോൾ ഇതാ മാവ് ഞാൻ നല്ല പോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. കണ്ടാൽ തന്നെ അറിയാം നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് കേട്ടോ ഞാൻ മാവ് കുഴച്ചെടുത്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് ഓയിലും കൂടി സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വേറെ ഒന്നിനുമല്ല, നമ്മുടെ മാവ് ഇരിക്കുമ്പോൾ ഒന്ന് ഡ്രൈ ആയി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കാരണം നമ്മളിനി ഇതിന് വേണ്ടിയിട്ടുള്ള മസാലയൊക്കെ റെഡിയാക്കാനുള്ളതാണ്. അപ്പോൾ അത്രയും നേരം ഇത് ഇരിക്കുമ്പോൾ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ ആ സമയം കൊണ്ട് മാവ് ഡ്രൈ ആയി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. കണ്ടോ, ഇതേപോലെ എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുക്കാം. എന്നിട്ട് ഈ മാവ് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള മസാല നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇനി ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള മസാല റെഡിയാക്കാൻ തുടങ്ങാം. അപ്പോൾ കടായിലേക്ക് മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള വെളിച്ചെണ്ണ ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നല്ലപോലെ ചൂടായിട്ട് വരട്ടെ. വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം വളരെ ചെറുതായിട്ട് അരിഞ്ഞ വെളുത്തുള്ളിയാണ് അത് ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളിയൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ തീ വളരെ കുറച്ച് വയ്ക്കാൻ ശ്രദ്ധിക്കണം. അതില്ലെങ്കിൽ അത് ഇടുന്ന വഴിക്ക് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം തന്നെ ഇഞ്ചി വളരെ ചെറുതായിട്ട് അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് പേസ്റ്റ് ആയിട്ടോ അതല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ചതച്ചിട്ടാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അതേപോലെ തന്നെ ഇനി ഇതിലേക്ക് ഒരു ചെറിയ സവോളയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് കേട്ടോ. അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ചെറുതായിട്ട് കനം കുറച്ച് അരിഞ്ഞ പച്ചമുളക് ഒരെണ്ണമാണ് കേട്ടോ, ഒരു വലിയ പച്ചമുളകാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ഇത് പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇതിലേക്ക് ഈ സമയം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇത് നല്ല പോലെ നമുക്ക് വാട്ടിയെടുക്കണം. ഇത് നല്ല പോലെ വാടി വരട്ടെ. ഇപ്പോൾ ഇതാ സവാളയൊക്കെ നല്ല പോലെ വാടി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് പൊടിവർഗ്ഗങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ മസാലപ്പൊടികളുടെ അളവ് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താം കേട്ടോ. നിങ്ങളുടെ എരിവിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു 1/2 ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതൊരു ചെറിയ കളറ് നമ്മുടെ മസാലയ്ക്ക് കിട്ടും. അതേപോലെ തന്നെ ഒരു 1/2 ടീസ്പൂണോളം തന്നെ മുളക് പൊടി, എരിവുള്ള മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ചേർത്ത പച്ചമുളകിന് അധികം എരിവില്ലായിരുന്നു. അതും കൂടി കണക്കാക്കിയിട്ടാണോ ഞാനിപ്പോൾ മുളക് പൊടിയൊക്കെ ഇത്രയും ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളത് നോക്കിയിട്ട് ചേർക്കാം. അതേപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നമ്മുടെ പൊടികളുടെയൊക്കെ ഒരു പച്ചക്കുത്ത് മാറുന്നത് വരയ്ക്കും ഇതിലിട്ടിട്ട് നല്ല പോലെ വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇതാ പൊടികളൊക്കെ നല്ല പോലെ മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പൊടിയൊക്കെ ഇടുന്ന സമയത്ത് തീ കുറച്ച് വയ്ക്കാനും ശ്രദ്ധിക്കാം കേട്ടോ. അല്ലെങ്കിൽ ഇടുന്ന വഴിക്ക് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊട്ടറ്റോ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഉരുളൻകിഴങ്ങ് ഒരു 3 എണ്ണം മീഡിയം സൈസിലുള്ളതാണ് എടുത്തിരിക്കുന്നത്. അത് ഇതേപോലെ വേവിച്ചതിന് ശേഷം ഒന്ന് ഉടച്ചെടുത്തതാണ്. ഇനി ഈ മസാലയ്ക്ക് ചേർത്തിട്ട് നമ്മളിത് നല്ല പോലെ മിക്സാക്കി എടുക്കണം. ഈ സമയത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ കുറച്ച് ഉപ്പ് മാത്രമാണ് നേരത്തെ ചേർത്ത് കൊടുത്തിരുന്നത്. അപ്പോൾ നമ്മൾ ഇതും കൂടി ഉപ്പും കൂടി ചേർത്തിട്ട് നല്ല പോലെ ഇതങ്ങ് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ
പൊട്ടറ്റോ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഒരുപാട് അങ്ങ് ഉടയ്ക്കാതെ ഇടയ്ക്ക് കടിക്കാൻ കിട്ടുന്ന ഒരു പരുവത്തിൽ വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് നമ്മൾ ആ സ്നാക്കിൽ ഇടയ്ക്ക് നമുക്ക് നമ്മുടെ ഉരുളൻകിഴങ്ങ് കടിക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ വെജിറ്റബിൾസ് വേണമെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഞാൻ ചെറുതായിട്ട് അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നല്ലപോലെ മിക്സാക്കി എടുക്കാം. അപ്പോൾ ഇതാ മസാലയൊക്കെ ഞാൻ നല്ല പോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ സ്നാക്ക് ഉണ്ടാക്കാൻ നമുക്ക് തുടങ്ങാം. അപ്പോൾ ഇതാ നമ്മുടെ മാവും അതേപോലെ തന്നെ നമ്മുടെ മസാലയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ സ്നാക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ നമുക്ക് ഈ മാവ് ഒന്നും കൂടി കുഴച്ചെടുക്കാം കേട്ടോ. കാരണം നമ്മൾ മുകളിലേക്ക് ഈ മാവ് ഡ്രൈ ആയി പോവാതിരിക്കാൻ വേണ്ടി കുറച്ച് ഓയിൽ തടവിയായിരുന്നു. അപ്പോൾ ഒന്ന് സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്ന് ഇതേപോലെ കുഴച്ചെടുക്കാം. ഇപ്പോൾ ഇതാ ഞാൻ മാവ് നല്ല പോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് കുറച്ച് പോർഷൻ എടുക്കാം. എന്നിട്ട് ഇതേപോലെ ഉരുളകളാക്കാം. നമ്മൾ ചപ്പാത്തിക്കൊക്കെ പരത്തൂലേ ആ ഒരു സൈസിൽ നമ്മൾ ഉരുളകളാക്കിയിട്ട് ഇത് നല്ല പോലെ പരത്തിയെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ കൗണ്ടർ ടോപ്പ് നല്ലപോലെ ക്ലീൻ ചെയ്തിട്ടതാണ്. അതിലേക്ക് കുറച്ച് പൊടി തൂക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ പരത്തുന്ന സമയത്ത് മാവ് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ പൊടി തൂക്കി കൊടുക്കുന്നത്. ഇനി ഇത് നമ്മുടെ ചപ്പാത്തി പരത്തുന്ന പോലെ നമ്മൾ കോല് വെച്ചിട്ട് നല്ല പോലെ ഇത് പരത്തിയെടുക്കാം. അപ്പോൾ ഒരുപാട് തിക്കും ആവേണ്ട, അതേപോലെ തന്നെ ഒരുപാട് കനം കുറയാതെയും നമ്മളിത് നല്ലപോലെ പരത്തിയെടുക്കാം കേട്ടോ. എല്ലാ ഭാഗത്തേക്കും നല്ലപോലെ പരത്തിയെടുക്കാം. കണ്ടില്ലേ, ഈ ഒരു പരുവത്തിൽ വേണം നമ്മൾ പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് കറക്റ്റ് ഷേപ്പ് ആയില്ല എന്ന് വെച്ചാൽ അപ്പോൾ നമ്മുടെ സ്നാക്കിന് നല്ല കറക്റ്റ് ഷേപ്പിൽ നല്ല ഭംഗിയിൽ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതേപോലെ ഒരു പാത്രം വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അതല്ല നിങ്ങൾക്ക് ചെറിയ ഗോളായിട്ട് നല്ല പോലെ കറക്റ്റ് റൗണ്ട് ഷേപ്പിൽ പരത്തിയെടുക്കാൻ അറിയുന്നവരാണെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ നല്ല പോലെ കറക്റ്റായിട്ട് ചെയ്യാൻ അറിയാത്തവർക്കുള്ളൊരു ടിപ്പാണ് കേട്ടോ പറഞ്ഞു തന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ പൊട്ടാറ്റോൻ്റെ മസാല ഉണ്ടല്ലോ അത് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ 1-2 ടീസ്പൂൺ വെച്ച് കൊടുത്താൽ മതി. ഒരുപാട് വെച്ച് കൊടുത്താൽ പുറത്തേക്ക് തള്ളി പോരാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ തന്നെ ടീസ്പൂൺ വെച്ചിട്ട് ഇതേപോലെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് വെക്കാൻ പറ്റും. അതേപോലെ തന്നെ പുറത്തേക്കൊന്നും ആവത്തുമില്ല. അതും പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഇത് വെച്ചിട്ട് നമ്മളിങ്ങനെ മടക്കി കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് കൈ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. കണ്ടില്ലേ, ഇതേപോലെ നമ്മൾ എല്ലാ ഭാഗത്തേക്കും ആ മാവ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം എല്ലാ ഭാഗത്തും ഇതേപോലെ അങ്ങ് പ്രസ് ചെയ്ത് കൊടുക്കാം. കൈ വെച്ചിട്ട് വിരൽ വെച്ചിട്ട് തന്നെ പ്രസ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ റൗണ്ട് ഷേപ്പിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ഭംഗിയിൽ കിട്ടുകയും ചെയ്യും. ഇപ്പോൾ നമ്മൾ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് വേറെ മോൾഡൊന്നും യൂസ് ചെയ്യുന്നില്ല. ഇനി നമ്മുടെ സൈഡിലൊന്ന് ഡിസൈൻ വരുത്താൻ വേണ്ടിയിട്ട് ഞാൻ ഇതേപോലത്തെ ഒരു ഫോക്ക് വെച്ചിട്ട് ഇതേപോലെ അങ്ങ് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ല ഭംഗിയിൽ നമുക്ക് മോൾഡ് ഇല്ലാതെ തന്നെ അടിപൊളി ഒരു ഡിസൈനിൽ നമ്മുടെ സ്നാക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ എല്ലാ മാവും നമുക്ക് ഇതേപോലെ തന്നെ ഫില്ലിങ് വെച്ചിട്ട് ഇതേപോലെ ഡിസൈൻ ആക്കി എടുക്കാം കേട്ടോ. കണ്ടില്ലേ, വളരെ എളുപ്പത്തിൽ റെഡിയാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അത് ആ മോൾഡൊന്നും യൂസ് ചെയ്യാതെ അടിപൊളി ഡിസൈനിൽ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ബാക്കി എല്ലാവരും ഇതേപോലെ തന്നെ നമുക്ക് പരത്തി ഷേപ്പാക്കി എടുക്കാം. ഇപ്പോൾ ഇതാ ഞാൻ എല്ലാവരും ഇതേപോലെ ഷേപ്പാക്കി നമ്മൾ ഡിസൈനാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതങ്ങ് ഫ്രൈ ചെയ്യാം. ഇപ്പോൾ ഇതാ ഞാൻ ഓയിൽ ചൂടാക്കാൻ വെച്ചിരുന്നു. ഓയിൽ നല്ല പോലെ ചൂടായിട്ട് വന്നിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ സ്നാക്ക് ഫ്രൈ ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ അത് 1-2 വെച്ചിട്ട് നമുക്ക് അറ്റ് എ ടൈം ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് രണ്ടെണ്ണം 2 വശവും തിരിച്ചു മറിച്ചിട്ടിട്ട് ഒരു ലൈറ്റ് ഗോൾഡ് നിറാവുന്നത് വരയ്ക്കും ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്യാൻ ശ്രദ്ധിക്കാം കേട്ടോ. കാരണം മാവൊന്ന് ഗോതമ്പൊടി ആയതുകൊണ്ട് തന്നെ ഒന്ന് മാവ് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടും കൂടിയാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തിരിച്ചു മറിച്ചിട്ടിട്ട് നമുക്ക് നല്ല പോലെ ഇതങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഇത് നമ്മുടെ അടിപൊളി സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഗോതമ്പ് പൊടിയും അതേപോലെ തന്നെ ഉരുളക്കിഴങ്ങ് വെച്ചിട്ടുള്ള സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, 2 സൈഡും ഒരു ലൈറ്റ് ഗോൾഡ് നിറായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കോരി മാറ്റാം. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് എല്ലാവരും ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. കണ്ടില്ലേ, നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്കാണ്. എല്ലാവരും ഇതേപോലെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം.
അപ്പോൾ ഇതാ നമ്മുടെ ഉരുളക്കിഴങ്ങും അതേപോലെ തന്നെ ഗോതമ്പ് പൊടി വെച്ചിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള അതേപോലെ തന്നെ നല്ല ക്രിസ്പി ആയിട്ടുള്ള 4 മണി പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. നല്ല ചൂട് കട്ടൻ്റെ ഒപ്പം കഴിക്കാൻ പറ്റുന്ന ചെറിയൊരു എരിവൊക്കെ ഉള്ള ഒരു അടിപൊളി സ്നാക്കാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ ആയിട്ട് ഒന്ന് വീഡിയോ ഷെയർ ചെയ്യണേ. അതേപോലെ തന്നെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ. താങ്ക്